അരുവിക്കര ഇലക്ഷൻ ചൂടിലേക്ക് എന്ത് തോന്നുന്നു? സംഗതി പോസിറ്റീവ് അല്ലേ? അല്ല സാർ, അട്ടർ നെഗറ്റീവാണ്. അതെന്താടോ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ? ഓപ്പോസിറ്റ് അമ്മയല്ലേ, അതുകൊണ്ടായിരിക്കും. അമ്മയല്ല, ഓപ്പോസിറ്റ് അച്ഛൻ നിന്നാലും ഞാൻ ജയിക്കും സാർ. പിന്നെന്താടോ? NSPയുടെ മുഴുവൻ വോട്ടും എനിക്ക് കിട്ടിയ. ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ഞാൻ ഉഴപ്പൊന്ന് അല്ലേ? അയ്യോ, ബാനു സാർ ഉഴപ്പൊന്നല്ല. NSPയുടെ മുഴുവൻ വോട്ടും ബാനു സാർ എതിർ പാർട്ടിക്ക് മറിക്കും എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. രാമനുണ്ണി മൂത്ത് നോക്കി പോക്കരുതെന്ന് പറയുന്നു. രാമനുണ്ണി മര്യാദ വിടാതെ സംസാരിക്കുക. സോറി സാർ. ഞാൻ ജയിക്കുന്ന സാർ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ മാനുമായിട്ട് സംസാരിക്കട്ടെ. ചെല്ല്. അതെ, തോറ്റാ പിന്നെ രാമനുണ്ണിയുടെ രാഷ്ട്രീയ ഭാവി. തോൽക്കാതിരിക്കാൻ ശ്രമിക്കാടോ. എന്താ താൻ ശ്രമിക്കൂലേ? അത് പിന്നെ പറയാനുണ്ടോ? പറച്ചില് കുറവും ചെയ്ത്ത് കൂടുതലും, അതാണ് വേണ്ടത്. എങ്ങനെ? അല്ല, താൻ വരുന്നില്ലേ ഫുട്ബോൾ കളിയാണ്? ആ ബെസ്റ്റ്. നാളെ ഇലക്ഷൻ കൺവെൻഷനാ. ഒരുപാട് പണി ബാക്കി കിടക്കുക. അതിനിടയിൽ ഈ ഫുട്ബോൾ വേണോ? വാ. നാളെയല്ലേ കൺവെൻഷൻ? ഇന്ന് കളിയുടെ ഫൈനലാടോ. ഏറനാട് സ്റ്റാലിയൻസിന് വേണ്ടി മുമ്പ് ഞാൻ കളിച്ചിട്ടുള്ളതാ. താനൊന്ന് ഫ്രഷായി നിൽക്ക്, ഞാൻ വന്ന് കൂട്ടിക്കോളാം. ഓ, അപ്പം ഞാൻ റെഡിയായിരിക്കാം. പ്രിയമുള്ള ഫുട്ബോൾ പ്രേമികളെ, ചേമ്പാറ മൈതാനിയിൽ കാൽപന്ത് കളിയുടെ രാജാക്കന്മാരുടെ ഉജ്ജ്വല പോരാട്ടത്തിന് അല്പനിമിഷങ്ങൾക്കകം തുടക്കമാകുവാൻ പോകുന്നു. ഇന്നത്തെ വാശിയേറിയ കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ ഏറനാട് സ്റ്റാലിയൻസും മലപ്പുറം ഡെൽറ്റ ഫോഴ്സും. ടീമംഗങ്ങളെ പരിചയപ്പെടുന്നത് പ്രമുഖ വ്യവസായിയും പാലക്കാട് ഫുട്ബോൾ ലീഗിന്റെ രക്ഷാധികാരിയുമായ ശ്രീ ടോമിക്സൺ അവറുകൾ. ഞങ്ങളുടെ സീറ്റ് ഏതോ പോലീസുകാർക്ക് അലോട്ട് ചെയ്തിരിക്കുന്നു. ഞങ്ങളും കാശ് കൊടുത്തിട്ടല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. പോലീസുകാരോ? ഇവിടെ ആ ചാട്ടം എടുത്തേ. എന്റെ ചന്ദ്രേട്ടാ, അത് നോക്കിയിട്ട് ഒരു കാര്യമില്ല. DVSP പോൾസൺ സാർ പറഞ്ഞിട്ടാ നമ്മുടെ രാമനുണ്ണിക്ക് കൂടെ വരുന്ന പോലീസുകാർക്ക് വേണ്ടി ഇട്ടേക്കുന്ന. അവരെ ഇരുത്തിയില്ലെങ്കിൽ കോടതി ലക്ഷ്യം ആവുമെന്ന്. ഇതിനെ കൊണ്ട് ശല്യമായല്ലോ. നിങ്ങൾ ബേജാറാവണ്ട. എടോ, 2 അഡീഷണൽ സീറ്റ് റെഡിയാക്കി അവരെടുത്ത്. അത് തന്നെയല്ലേ ചന്ദ്രേട്ടാ ഞങ്ങൾ ചെയ്യാൻ നോക്കുന്നത്. അതിനിടയ്ക്ക് ബഹളം വെച്ചാൽ എങ്ങനെയാ ചേട്ടാ? വാ, 2 ദിവസമുണ്ടോ ആ ഹൈറ്റ് പേടിയിലെ മോളിൽ പോയിരിക്കും. ഫുട്ബോളിന്റെ ആവേശം കടലാക്കി മാറ്റി സ്ത്രീകളും കുട്ടികളും പ്രായഭേദമന്യേ മുഴുവൻ ബഹുജനങ്ങളും അടങ്ങുന്ന ആയിരക്കണക്കിന് ഫുട്ബോൾ പ്രേമികളാണ് നമ്മുടെ ക്ലബിന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ചെറിയൊരു കാര്യം. ആദ്യത്തെ കുറച്ചു നേരം ഒരു 10 മിനിറ്റ് മതി. ഒന്ന് കമന്ററി പറഞ്ഞു സാർ. ഞാനൊട്ട് പ്രിപ്പയർഡ്. അതൊന്നും സാരമില്ല. അയ്യോ സാരമില്ല, അതൊന്നും കുഴപ്പമില്ല. ശരിയാവില്ല. വേണ്ട വേണ്ട ചേട്ടാ, വാ ചേട്ടാ, 10 മിനിറ്റ് മതി. പോയാലോ ചിലപ്പോൾ കുറച്ച് വോട്ട് പിടിക്കാൻ പറ്റില്ല. പിടിക്കാൻ പറ്റുമോ? സ്ഥിരം ചെയ്യുന്നതല്ലേ? ആയിക്കോട്ടെ, പിടിച്ചേക്കണേ. കഴിഞ്ഞ വർഷം നമ്മളെ ഹലോ ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഈ ഫൈനൽ മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിലെ കളി പറയുന്നത് ഏറനാട് സ്റ്റാലിയൻസ് ടീമിന്റെ മുൻ ക്യാപ്റ്റനും കേരള ടീമിന്റെ സെന്റർ ഫോർവേഡുമായിരുന്ന നമ്മുടെ മുൻ MLA രാമനുണ്ണി അവറുകളാണ്. ചേട്ടാ തുടങ്ങിക്കോ, വിളിച്ചിരിക്കും. തോക്കുമെന്നുള്ള കാര്യം ഉറപ്പായി. വെറുതെ അവിടെ അങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു. തോന്നുന്നല്ല, ആർപ്പുവിളികളാ. സാറിന് കളിയും താല്പര്യമില്ല? പണ്ടുണ്ടായിരുന്നു, ഇപ്പോ പ്രായം ചെല്ലുന്തോറും അങ്ങനെ. സാർ, ഞാൻ ഫുട്ബോളാണ് ഉദ്ദേശിച്ചത്. പ്രിയമുള്ളവരെ, നമ്മളെ ആവേശം കൊള്ളിക്കുന്ന കളി ആരംഭിക്കുകയാണ്. ചോരപുരണ്ട കൈകളിൽ മൈലാഞ്ചിക്കറ വീണ ഏറനാടിന്റെ കരുത്തന്മാരുടെ ഉജ്ജ്വല പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ചാട്ടുളി പോലുള്ള ഷോട്ടുകളും കുറിയ പാസുകളുമായി സ്റ്റാലിയൻസ് മഞ്ചേരിയുടെ നൗഷാദാണ് എതിരാളികളുടെ ഗോൾ വലയത്തിലേക്ക് കുതിക്കുകയാണ്. ഇപ്പോൾ കാണികളിൽ ആവേശം തിരയിളക്കി ഇരു ടീമുകൾ കൊടുക്കാറ്റായി മാറുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കളി ഇങ്ങനെ കമന്ററി പറഞ്ഞു തീർക്കാതെ ഗാലറി പോയി കളി കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഗാലറിയിലേക്ക് നീങ്ങുകയാണ്. നിങ്ങളുടെ സ്നേഹമുള്ള ഓരോ വോട്ടും എനിക്ക് തന്നെ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. രാമനുണ്ണിയാ കമന്ററി പറയുന്നു. അയാൾ കേരള ടീമിൽ ഉണ്ടായിരുന്നപ്പോ ഒരു കളി ഞാൻ കണ്ടിട്ടുണ്ട്. ഫൗളിന്റെ ഉസ്താദാ. അന്നൊരു റെഡ് കാർഡ് കിട്ടി. ക്ഷണിക്കുകയാണ് ഡെൽറ്റ ഫോഴ്സിന്റെ ഗോപിയുടെ പിഴവിനെ മുതലെടുത്തുകൊണ്ട് നൗഷാദിനെ ശക്തമായ ഡെൽറ്റ ഫോഴ്സ് ഗോളി ജസ്റ്റിൻ അത് സമർത്ഥമായി രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. വീണ്ടും ഏറനാടൻ സ്റ്റാലിയൻസിന്റെ മുന്നേറ്റം. 7-ാം നമ്പർ താരം ജാബിർ കൊടുത്ത പാസിലൂടെ അത് മനോഹരമായി ഗോൾ കളിയിരിക്കുന്നു. ഫുട്ബോൾ പ്രേമികളിൽ അനുഗ്രഹീതമായ ഏറനാടൻ സ്റ്റാലിയൻസ് കരുത്തരായ ഡെൽറ്റ ഫോഴ്സിന്റെ
സെക്കൻഡ് ഹാഫിൽ വരുത്താം. ഇപ്പോഴും നമ്മുടെ ഫൈനൽ മത്സരം കാണാനെത്തിയിരിക്കുന്നത് CDP സ്ഥാനാർത്ഥി സഖാവ് രാഗിണി രാഘവനാണ്. അവരെ ബഹുമാനപൂർവ്വം ഗാലറിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മളിങ്ങനെ ഓളം ഉണ്ടാക്കി വന്നാൽ മതിയായിരുന്നു. പക്ഷേ ഈ ബുദ്ധി എനിക്ക് തോന്നിയില്ലല്ലോ. ജോറായിരിക്കും. ഞാൻ കമന്ററി പറയാൻ പോയപ്പോൾ കോലുതാൻ കേട്ടല്ലേ. കേട്ടു. പറ്റാത്ത പണിക്ക് പോണ്ടെന്ന് പറഞ്ഞല്ലേ. മോഹൻ എന്ത് പറ്റി? ഹാർട്ട് അറ്റാക്ക് അടിച്ചോ? അയാൾക്ക് എവിടുന്ന ഹാർട്ട്? എന്ത് പറ്റിയത്? ആംബുലൻസ് വിളിക്കാൻ പറയൂ. സ്പോർട്സ് കൗൺസിലിലെ ഡോക്ടർമാരും ഇല്ല ഇവിടെ. മാറ്. ആരോ വെടിവെച്ചതാ. വെടിവെക്കേ? ഈശോയെ, ഇനി ഇവിടുന്ന കുഴപ്പാ. കൂടുതൽ ഫോഴ്സിലേക്ക് നേരെ വണ്ടി വീട്ടിലേക്ക് എടുക്കടാ. ഈസി, ഇത് കളി വേറെയാ. ഇനി വീട്ടിൽ നിൽക്കണ അപകട. ഡ്രസ് എടുക്കണം. വണ്ടി എടുക്കണം. അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രകോപനം ഉണ്ടായാലും ചിലപ്പോൾ നമ്മുടെ ഓഫീസ് കത്തിക്കും. നമ്മുടെ പ്രവർത്തകർക്കെതിരെ ആക്രമണം ഉണ്ടാവും. നമ്മളെല്ലാവരും സംയമനം പാലിക്കണം. രാമനുണ്ണി, നാളത്തെ കൺവെൻഷൻ നമ്മൾ മാറ്റിവെക്കുക. ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം അറിഞ്ഞിട്ട് മതി ബാക്കി. പിന്നെ സൂക്ഷിക്കണം. താനാ ഗാലറിയിലുണ്ടായിരുന്നല്ലേ? ഇതവനാ, എനിക്കുറപ്പാ. ഇത് ചെയ്തത് രാമനുണ്ടിയാ. എന്താ? ഒരാഴ്ച മുമ്പ് എന്റെ നേരെ തോക്ക് ചൂണ്ടി ഓൻ പറഞ്ഞതാ ഇതുപോലെ മോഹന്റെ നേരെ ചൂണ്ടും, അത് പൊട്ടിക്കാനായിരിക്കുന്നു. ഇയാളുടെ സ്റ്റേറ്റ്മെന്റ് എടു ഇപ്പൊ തന്നെ. സർ, ദീപക്, പ്രൊട്ടക്ഷനുള്ള PC വിളിച്ച് രാമനുണ്ണി എവിടെയാണെന്ന് അറിയാം സർ. അയാൾക്ക് പ്രൊട്ടക്ഷനുള്ള സഫീഷ്യന്റ് ഫോഴ്സ് അറേഞ്ച് ചെയ്യണം റൈറ്റ് നൗ സർ. എന്ത് വന്നാലും ആൾക്കൂട്ടം ഈ ഭാഗത്തേക്ക് കടക്കാതിരിക്കാൻ നിങ്ങളുടെ ആൾക്കാർ നോക്കണം. ഫോഴ്സ് വരുന്നത് വരെ, ഇല്ലെങ്കിൽ ഉള്ള എവിഡൻസ് നഷ്ടപ്പെടും. ഈ 3 ഗാലറികളുടെ റിസർവേഷൻ ചാർട്ട് ഉടനെ കളക്ട് ചെയ്യണം സർ. കളി കവർ ചെയ്ത ചാനലുകാരുടെ മുഴുവൻ ഫുട്ടേജും ഇന്ന് തന്നെ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം സർ. ദീപകെ സർ, ഉടനെ ഇലക്ഷൻ കമ്മീഷനെ ഇൻഫോം ചെയ്തോളൂ സർ. റിസർവേഷൻ ചാർട്ട് നോക്കി ഈ ഗാലറിയിലുള്ളവരെ മാത്രം ഒരാളും ചോരാതെ ഗ്രൗണ്ടിലേക്ക് മാറ്റി നിർത്ത്. അപ്പൊ ഇലക്ഷൻ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായാൽ ഇലക്ഷൻ മാറ്റിവെക്കും. ഭാനുവിടെ വിളിച്ചിട്ട് കിട്ടുന്നില്ല സാർ. കൊല്ലപ്പെട്ടിരിക്കുന്നത് ജില്ലാ സെക്രട്ടറിയാണ്. ആയിക്കര കത്തും.